ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഹാഴ്സിലേക്കൊരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ. അവരെല്ലാവരും ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ പല സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, പല സ്ഥലത്തു നിന്നാണ് കയറുന്നത്. അയ്യോ, ഇപ്പം -12 ഡിഗ്രിയാണ് കേട്ടോ. തണുത്തിട്ട് അയ്യ സംഭവം. എനിക്കൊരു പണി കിട്ടി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബസ് ഓൺ ടൈം ആയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ബസ് പോകും കൂടെ ഒരുമിച്ച്. അപ്പം നോക്കിയപ്പം ഏർലി ബൈ 3 minutes. എന്നിട്ട് അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തെന്നുന്നുണ്ട് കേട്ടോ. നല്ല തെന്നലുണ്ട്. വീഴാഞ്ഞത് ഭാഗ്യം. അപ്പം ഞാൻ നമ്മുടെ എക്സ്പാൻ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ രാവിലെ -12. നല്ല രസമുണ്ടല്ലേ. ദേ ഇത് കണ്ടോ, ഇതെല്ലാം ഐസ് പിടിച്ച് കിടക്കുക. അപ്പം ഞാൻ പിടിച്ച് നടക്കുന്നത്. ആഷ്ലി റൂബനും ഞാനും കൂടെ ഓസ്ട്രേലിയയിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പ്രബലൻ നിശ്ചയിച്ചും കൂടെ അപ്പുറത്തെ സ്റ്റോപ്പായ ഫ്രെഡറിക് സ്ട്രാസിൽ നിന്ന് കയറി. അതിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പായ സൂയിൽ നിന്നാണ് ബാക്കിയുള്ളവരോട് ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ബെർലിൻ ടു ഹാഴ്സ് 3 hours ട്രാവലിംഗ് ഉണ്ട്. ഇത് കൂടാതെ ഒരു ട്രെയിൻ കൂടെ നമുക്ക് എടുക്കണം. അപ്പോൾ 3 മണിക്കൂർ നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ചീട്ട് കളിച്ച് ഡോങ്കിയാണ് കേട്ടോ കളിച്ചത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ട് വരുന്നത്. ഇപ്പോൾ 2 സൈഡും സ്നോ കൊണ്ട് നല്ല ഭംഗിയായിരുന്നു. പുറത്തൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു. പോകുന്ന വഴി നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. മാക്ഡബക്ക് എത്തിയപ്പോഴും നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിരുന്ന് പറയുമായിരുന്നു ഹാഴ്സിലും ഇതേപോലെ ഉണ്ടായിരിക്കണമെന്നൊക്കെ. നമ്മൾ ഈ ബോഗിയിൽ നിന്ന് ഇറങ്ങി ബാക്കിലത്തെ ബോഗിയിൽ കയറും. ബിക്കോസ് ഇതിപ്പോൾ ഡീറ്റാച്ച്ഡ് ആകാൻ പോവുക. അപ്പോൾ രണ്ടും 2 റൂട്ടാണ് പോകുന്നത്. വെർണിഗറുടെ ഹോബർണോഫ് എത്തി. ഈ വിൻ്ററിൽ സൂര്യനെ കാണാൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. സൂര്യൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 1% പോലും അതിൻ്റെ ചൂട് നമുക്ക് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അടുത്ത നമുക്ക് ഈ ട്രെയിനാണ് കേട്ടോ എടുക്കാനുള്ളത്. സിനിമയിലൊക്കെ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഈ പുകയൊക്കെ പോകുന്ന ട്രെയിനൊക്കെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞങ്ങൾ. നല്ല ഭംഗിയാണല്ലോ ഇവിടുത്തെ വീടുകളും സ്ഥലങ്ങളും ഒക്കെ കാണാൻ. ഇപ്പോൾ 2 ദിവസം മുന്നേ ആരോ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പറയുകയുണ്ടായി, യു ആർ ലിവിങ് ഇൻ എ സമ്മൺ സ്ട്രീം വെക്കേഷൻ കൺട്രി എന്ന് പറഞ്ഞിട്ട്. യെസ്, ഐ എം റിയലൈസിങ് ദാറ്റ് റൈറ്റ് നൗ. ബിക്കോസ് എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമാണ്, നല്ല ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. മാത്രമല്ല ഈ ട്രെയിനിൽ നമുക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് തന്നെ പോകാം കേട്ടോ. അത് മതി. മാത്രമല്ല നമുക്ക് പുറത്തിറങ്ങി നിൽക്കുകയും ചെയ്യാം. അകത്ത് തന്നെ ഇരിക്കണമെന്നില്ല. പക്ഷെ പുറത്ത് നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്.
ട്രെയിനിലെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു ഡോച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ച് ഇവിടം വരെ പോകാൻ പറ്റുമെന്ന്. ശരിക്കും ഞങ്ങൾക്ക് കാസ്ഗിൽ പോകണമെന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പാതി വഴിക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഈ മലയുടെ ഇവിടെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാമെന്ന് വെച്ചിട്ട് കയറി. അതിനിടയ്ക്ക് 2-3 പേര് മഞ്ഞിൽ വീഴുകയൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മല കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കാലുവേദന അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്ലാനും ഉപേക്ഷിച്ച് എന്നിട്ട് കയ്യിലുള്ള ഫുഡൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ബിക്കോസ് വിശപ്പടക്കണമല്ലോ. ആരുടെയും ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷനിൽ തന്നെ തിരിച്ച് പോവുകയാണ് അടുത്ത ട്രെയിൻ കയറാൻ. അപ്പോൾ അവിടെ 2 ലോക്കൽസ് ഉണ്ട്. അപ്പോൾ അവരോട് ഇന്ന് ചോദിച്ചിരുന്നു പോകാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റൊക്കെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ വേറെ ടിക്കറ്റൊന്നും എടുത്തില്ല. കാസലിൻ്റെ പ്ലാൻ ഒന്ന് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ജസ്റ്റ് ട്രെയിനിലിരുന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാമെന്നൊക്കെ വെച്ചിട്ട് അടുത്ത ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറി. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ ജേർണി മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ പ്ലാൻസ് എല്ലാം സ്പോയിലായി. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ വെറുതെ ട്രെയിനിലിരുന്ന് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ സ്നോയുടെ വോളിയം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. നമ്മുടെ മുട്ടിൻ്റെ അത്രയൊക്കെ സ്നോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാഴ്സ് വിശേഷം. അങ്ങനെ തിരിച്ച് വെർണിഗറുടെ ഹോപ്പാനോഫ് എത്തി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, മാത്രമല്ല നല്ല തണുപ്പും. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കണമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു കഫേയിൽ കയറി. എല്ലാവരും വിശന്ന് വലഞ്ഞായിരുന്നത്. അപ്പം ഞങ്ങൾ സൂയിലിറങ്ങിയിട്ട് റിസ ചിക്കനിൽ കയറിയിട്ട് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തു കഴിച്ചു. അടിപൊളിയായിരുന്നു. നല്ല ഫുഡായിരുന്നു ഇവിടുത്തെ കേട്ടോ. ഹായ്, അപ്പോൾ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അല്ല അടിപൊളി ഡേ ആയിരുന്നു. ഞാൻ ഈ ജർമ്മനി വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു. 3 വർഷമാവുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഹാഴ്സിൽ പോകുന്നത്. ഇനി കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി. അടിപൊളിയായിട്ടൊന്നും പറയാനില്ല. നല്ലൊരു ഡേ. ജർമ്മനിലുള്ളവരാണെങ്കിൽ ഇപ്പം പോകാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് ഹാഴ്സിൽ. ഇവിടെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ ശ്വാസം എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഹാഴ്സിൽ നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ ഹാഴ്സിൽ പോകുന്നത് നല്ല വെർത്താണ്. എസ്പെഷ്യലി ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ലപോലെ എൻജോയ് ചെയ്യാം. നമ്മുടെ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് തന്നെ മതി അവിടെ പോകാൻ. അപ്പോൾ ഇപ്പോൾ ജർമ്മനിയിലുള്ളവരുണ്ടെങ്കിൽ ഹാഴ്സിൽ പോവുക, അടിച്ച് പൊളിക്കുക, തിരിച്ചു വരിക. അടിപൊളിയാണൊന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.